ബ്രോ എന്ത് തേങ്ങയുടെ മൂട് വേണമെങ്കിലും നിങ്ങൾ റപ്പ് ചെയ്തോ, പക്ഷെ അവിടെ നിങ്ങൾ ഒരു ഷോ വെച്ചിട്ടായി സോൾഡ് ഔട്ട് ആവണമെങ്കിൽ മലബാറിൽ നിന്ന് ആൺകുട്ടികൾ വരണം. പുണ്ടേ ഇത് മനസ്സിലാക്കിക്കോ. 500 ടിക്കറ്റ് പോയിട്ട് 50 ടിക്കറ്റ് എന്നൊക്കെ പേര് വെച്ചിട്ട് വിറ്റ് പോവും. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ ഞാന് മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നതല്ല, ഇതൊക്കെ പാട്ടായിട്ടൊക്കെ നന്നാക്കിക്ക് വെച്ചരുണ്ട്. അതൊക്കെ എഴുതി കഴിഞ്ഞിക്കണ്. എടാ ഇവിടുന്നുണ്ടല്ലോ 1000 ആൾക്കാരും 10000 ആൾക്കാരൊന്നും ഒപ്പം നിക്കണ്ട. ഒരെണ്ണം നിന്നാ മതി, ഇതൊക്കെ ഓടും. മനസ്സിലായ? ഇത് കുറച്ചധികം പറയാനുണ്ട്. ഇതൊരു പാട്ടിന് നിൽക്കില്ല. ഒരു 3 മിനിറ്റ് പാട്ട് പോയിട്ട് എനിക്കൊരു 1/2 മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ. സുഹൃത്തുക്കളെ, ഇത് ചെറിയ ജിൽ ആളെ മനസ്സിലായില്ലേ? മറ്റേ കരി പിടിച്ച തത്തമ്മ. എനിക്ക് ആക്ച്വലി ആ പാട്ട് അത്ര താല്പര്യമില്ല. അതിനേക്കാളും ഇഷ്ടം എന്റെ ബന്ധാന എന്നുള്ള പാട്ടാണ്. പുള്ളി പറഞ്ഞത് പറഞ്ഞാൽ മലബാർ സൈഡിലെ പയ്യന്മാർ ഇറങ്ങണമെന്ന്, ടിക്കറ്റൊക്കെ വിറ്റ് വേണമെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടി. അങ്ങനെയൊന്നുമില്ല ബ്രോ. ഇവിടെ എറണാകുളം, ട്രിവാൻഡ്രം, നമ്മളെ മലബാർ സൈഡില്ലാത്ത ഭാഗത്തുള്ള ആർട്ടിസ്റ്റുകൾ ഷോ നടത്തിയാലും ടിക്കറ്റൊക്കെ വിറ്റ് പോകും. ബ്രോയ്ക്ക് കണ്ണിൽ ഫെയിമും പണമൊക്കെ കയറിയപ്പോഴത്തേക്കും കുറച്ച് കാഴ്ച മങ്ങിയിരിക്കുന്നുണ്ടാണ്. ഒന്ന് നല്ലപോലെ തിരുമ്മിറ്റ് നോക്കിയാൽ അത് കാണാൻ പറ്റും. എനിക്ക് പേഴ്സണലി ഈ പുള്ളിയുടെ പാട്ടിലെ ലിറിക്സിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത്രയും ഞാൻ പേഴ്സണൽ കാര്യം പറയണത്. എനിക്ക് ഡബ്സിയുടെ ചില പാട്ടുകൾ ഇഷ്ടമാണ്. 1-2 പാട്ടുകളൊക്കെ കുറച്ച് നല്ലതാണ്. മലബാർ സൈഡ് ടച്ച് വരുന്ന പാട്ടുകളാണല്ലോ ഇവർ പൊതുവെ എഴുതാറുള്ളത്. പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഓരോ ആൾക്കാർക്ക് ഓരോ ജോണർ കാണും. അവർ ഓരോ സാധനങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിക്കും. അക്കാര്യം നോക്കുകയാണെങ്കിൽ ബ്രോ ഓക്കെയാണ്. പിന്നെ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ കേരളത്തിന്റെ മൊത്തം ഒരു പ്രതിനിധിയായിട്ട് അറിയപ്പെടാനാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു ഇത്. അല്ലാതെ മലബാർ സൈഡിൽ നിന്നും മറ്റേ സൈഡിൽ നിന്നും എന്നൊക്കെ പറയുന്നതിനേക്കാളും ബെറ്റർ അതായിരിക്കും. പിന്നെ എല്ലാവർക്കും പൊതുവെ നമ്മളെല്ലാവർക്കും ഒരു സമൂഹം ആയിട്ട് ജീവിക്കാൻ, നമുക്ക് ആ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന ആളെന്ന് അറിയപ്പെടാനായിരിക്കും ആഗ്രഹം. അതൊന്നും തെറ്റൊന്നുമല്ല. ബട്ട് എനിവേ ബ്രോ പറഞ്ഞതിൽ വേറൊരു തിരുത്തുണ്ട്. ഇവിടെയും നല്ല റാപ്പേഴ്സ്, ഇവിടെയും നല്ല ടിക്കറ്റ് ഷോ വെച്ച സോൾഡ് ആയി പോകുന്ന ആൾക്കാരുണ്ട് ബ്രോ. ഇപ്പോൾ ഉദാഹരണം വേടം മലബാർ സൈഡൊന്നും അല്ലല്ലോ. പിന്നെ അതുപോലെ ഫെജോ, തിരുമാലി, അങ്ങനെ എത്രയോ വലിയ ടീമുകളുണ്ട്. അപ്പം ആ പറഞ്ഞത് ആക്ച്വലി ബ്രോയുടെ അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം തലക്ക് കയറി ഇരിക്കുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തോ വലിയ സംഭവം ആയിപ്പോയി എന്ന് ചിന്തിക്കുന്നുണ്ടാണ്. അത് തെറ്റാണ്. അതിന് താഴോട്ട് ഇറങ്ങിക്കോ. കാരണം വളർന്നു വരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതായിട്ട് കണ്ടാൽ മതി. ഒരു പ്രേക്ഷകന്റെ ഒരു എന്താണ്, ആ പ്രേക്ഷകന്റെ അതായിട്ട് കണ്ടാൽ മതി. ഇതിന് മുന്നേ തൈക്കുടം ബ്രിഡ്ജും അങ്ങനെ കുറേ ടീമുകൾ ഇവിടെ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സിനിമയിൽ പല കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു. നിങ്ങൾ ടിക്കറ്റ് സെല് ചെയ്തിട്ടല്ല ഇവിടെ ഇതിന് മുന്നേ ഷോ ഒക്കെ ഉണ്ടാകിട്ടുന്നത്. നിങ്ങളിപ്പോൾ വന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. നിങ്ങൾ ഇനി മുകളിലോട്ട് പോകും. അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ ആർട്ടിസ്റ്റുകളൊക്കെ ആരും കുറവും ചെറുതൊന്നുമല്ല. അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഈ പ്രശ്നം.